ഒരുക്കുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ക്രിസ്തു വായിച്ചതായ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? വീണ്ടും ജനിക്കണം. അതെന്താ വീണ്ടും ജനിക്കണം? ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ നാളുകളിൽ ഈ കാര്യത്തെ അല്പം ശ്രദ്ധിക്കണം. വീണ്ടും ജനനം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ ആ കാര്യത്തെ കുറിച്ച് ചിലർ ചിന്തിക്കുന്നത് പെന്തക്കോസ്തേ സഭയുടെ മാതാപിതാക്കൾക്ക് ജനിച്ചത് കൊണ്ട് ആ അനുഭവം എനിക്ക് വേണ്ട. ചിലർക്ക് വീണ്ടും ജനനത്തിന്റെ അനുഭവം ഇല്ല. ഞാനും അങ്ങനെ ഉണ്ടായിരുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ യൈറോസ് എന്ന് പറയുന്ന ഒരു പ്രമാണിയെ കുറിച്ച് നാം വായിക്കുന്നു, ഇല്ലയോ? ദൈവത്തിന് സ്തോത്രം. 12 വയസ്സുള്ള മകൾ സൗഖ്യമായി. അവൾ രക്ഷിക്കപ്പെട്ടോ? ഇല്ല, അവൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ. വേദത്തിന്റെ തെളിവുണ്ട് അവൾ രക്ഷിക്കപ്പെട്ടതായി. അവൾ സൗഖ്യമായതേ ഉള്ളൂ. വീണ്ടും ജനനം അവൾക്ക് ഉണ്ടായിട്ടില്ല. അവൾക്ക് വീണ്ടും ജനനം. അവൾ എന്റെ പപ്പ വന്ന് പെന്തക്കോസ്തേ വിശ്വാസിയായി, കേട്ടോ? ദൈവത്തിന് സ്തോത്രം. യൈറോസ് TPM വിശ്വാസിയായി. അപ്പോസ്തലൻ യൈറോസിന്റെ മകൾ 12 വയസ്സുള്ള അവൾ എന്ത് ചെയ്ത്? യേശു അവളെ സ്വസ്ഥമാക്കി ആഹാരം കൊടുത്തു. അവൾക്ക് മാനസാന്തരമില്ല. ആ കുട്ടിക്ക് മാനസാന്തരമുണ്ടോ? ഇന്ന് പല കുടുംബങ്ങളിൽ പല കുട്ടികൾ ചിന്തിക്കുന്നു, പെന്തക്കോസ്തേ മാതാപിതാക്കൾക്ക് ജനിച്ചത് കൊണ്ട് എനിക്ക് വീണ്ടും ജനനത്തിന്റെ ആ കാര്യമേ അവർക്ക് ഒരു പിടിയില്ല. ദൈവത്തിന് സ്തോത്രം. പാപബോധം വീണ്ടും ജനിക്കുന്നതിൽ അപ്പോസ്തലിക സഭകൾക്ക് വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തപ്പെട്ട 7 പടികളുണ്ട്. 7 അംശങ്ങളുണ്ട്. അതിൽ ഒന്നാമത് പാപബോധം. ഏത്? പാപബോധം. യൈറോസിന്റെ മകൾക്ക് ഒന്നും പാപബോധം വന്നില്ല. അവൾ വ്യാധിയായി കിടന്നു. യേസപ്പച്ചൻ വന്നു. ആ അപ്പന്റെ അമ്മയുടെ വിശ്വാസത്തെ നോക്കി, യേശുവേ നീ വന്നു ഒന്ന് പ്രാർത്ഥിച്ചാൽ, കുഞ്ഞിന്റെ മേൽ ഒന്ന് കൈവച്ചാൽ അവൾ എന്ത് ചെയ്തിരും? സൗഖ്യം പ്രാപിച്ചിരിക്കാം. ചിലപ്പത്തിൽ രോഗസൗഖ്യം പ്രാപിച്ചിരിക്കാം. എന്നാൽ പാപബോധം വരാതെ വീണ്ടും ജനനമില്ല. പ്രിയമുള്ളവരെ, എവിടെയും ദൈവത്തിന്റെ വചനം തെളിവ് തരുന്നില്ല. കുഞ്ഞുങ്ങൾ അവർ നല്ല പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് പാപത്തെ കുറിച്ച് ഏതുണ്ടാകണം? നല്ല ഒരു ബോധമുണ്ടാകണം. പാപത്തെ കുറിച്ച് ഒരു ബോധമുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കൾ തുണി ഇസ്തിരി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാമും ചെറുപ്പത്തിൽ ചെന്ന് അവരെ പോലെ പുറകോട്ടിരുന്ന് പിടിച്ച് കുറച്ച് എന്ത് ചെയ്യും? വലിക്കും. അപ്പോൾ പേരൻസ് എന്ത് ചെയ്യും? ഒരു അടി കൊടുക്കും. ഈ ഇസ്തിരി പെട്ടിയെ ഒന്നും അയൺ ബോക്സ് ഒന്നും എന്ത് ചെയ്യരുത്? തുടരരുത്. അപ്പൊ പുറകോട്ട് ഇരുന്ന് നോക്കും. ഇത് എങ്ങനെ ഇവര് തേക്കുന്നു? ഈ വയർ എങ്ങോട്ട് പോകുന്നു? എവിടെ അതിന്റെ സ്വിച്ച്? പപ്പയും അമ്മയും പല മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോൾ ആരും അറിയാതെ പതിയെ അയൺ ബോക്സ് എടുത്ത് മേലെ വെച്ച് ദൈവത്തിന് സ്തോത്രം ആ പ്ലഗ് ഒന്ന് ചെറുകി അതിൽ അങ്ങനെ ഒരു സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തിട്ട് കൈയടിച്ച് വലിയ സന്തോഷമായിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എവിടെ പിടിക്കണമെന്ന് അറിയാതെ മുമ്പോട്ട് പിടിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം നല്ല ഒരു ബോധം വന്നു. അതിനുശേഷം വീട്ടിന്റെ അകത്ത് 6 വന്നാലും അങ്കിൾ തുടരുത്, കേട്ടോ? അവർക്ക് വന്ന കാര്യമേ വേറെ, മനസ്സ് വന്ന കാര്യമേ വേറെ. ദൈവത്തിന് സ്തോത്രം. വീട്ടിന്റെ അകത്ത് വരുന്നവർക്കെല്ലാം കയ്യെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി കുഞ്ഞു കാട്ടും. അവർ തുടരുത്, കേട്ടോ? ഭയങ്കര ജ്ഞാനമാണ്. ദൈവത്തിന് സ്തോത്രം. എന്തോ കുഞ്ഞ്, എന്താ വിഷയം, എന്തോ? തുടരുത്, കേട്ടോ? തുടരുത്. പാപബോധം സ്വതവേ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. സൗഖ്യം കിട്ടിയത് കൊണ്ട്, ക്രിസ്തുവിന്റെ സഭയിൽ വന്നത് കൊണ്ട്, ജോലി കിട്ടിയത് കൊണ്ട് പാപബോധം ഒരു മനുഷ്യർക്ക് വരികയില്ല. അത് ജനിക്കണം, മനസ്സിൽ ചിന്തിക്കണം, ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടട്ടെ. തെളിവെല്ലാം പറഞ്ഞ് വായിക്കാൻ എനിക്കും നല്ല ആഗ്രഹമുണ്ട്, എന്നാൽ സമയമില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ നാം വായിക്കുമ്പോൾ ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. മക്കളെ, അവകാശത്തെ നോക്കിക്കൊള്ളുക. മുന്തിരിത്തോട്ടം എന്റെ കാലത്തിന്റെ ശേഷം നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് മൂത്ത മകനോട് പറഞ്ഞ് മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് എന്ത് ചെയ്യുക? അല്പം ജോലി ചെയ്യുക. അവൻ പെട്ടെന്ന് പറഞ്ഞ്, മൂത്തവനല്ലയോ, അതിലാ ഒക്കത്തില്ല, പോ. ദൈവത്തിന് സ്തോത്രം. പോകില്ല. അവൻ കടന്നുപോയി. ദൈവനാമം മഹത്വപ്പെടുത്തിയ അപ്പന്റെ മുഖം വാടി കടന്നു വന്നു. മകനെ, ഇളയവൻ ചോദിച്ചു, അപ്പ മുഖം വാടിയിരിക്കുന്നത് എന്ത്? ഒന്ന് ചോദിക്കണ്ട. മുന്തിരിത്തോട്ടം എന്റെ കാലത്തിന്റെ ശേഷം നിങ്ങളുടെ അവകാശമല്ലയോ? എന്തു പറ്റി? മൂത്തവനോട് പറഞ്ഞു, അല്പം ജോലി ചെയ്യുക. അവൻ എന്ത് ചെയ്തില്ല? അവനത് സ്വീകരിച്ചില്ല. ചാടി ഇവൻ പറഞ്ഞു, ഞാൻ പോകാം.
ഇളയപുത്രൻ എന്ത് പറഞ്ഞു? ദൈവത്തിന് സ്തോത്രം. അപ്പന്റെ ഹൃദയമെല്ലാം തണുത്ത് വൈകുന്നേരം അല്പം ചായ ഒരു ഫ്ലാസ്കിൽ എടുത്തുകൊണ്ട് കൊടയും പിടിച്ചുകൊണ്ട് മുന്തിരിത്തോട്ടത്തിൽ പോയി ഇളയ മോന്റെ തോളിൽ തട്ടി മോനെ എന്ന് പറഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു നോക്കിയാൽ മോന് ഇളയവനല്ല, ആരാ? മൂത്തവനാണ്. അവനക്ക് ഒരു പാപബോധമുണ്ടായി. എന്റെ അപ്പൻ പറഞ്ഞ വാക്ക് ഞാൻ നിരസിച്ചു. ദൈവത്തിന് സ്തോത്രം. അവനക്ക് ഒരു അനുതാപം തോന്നി. അവൻ പോയി. പോകാമെന്ന് പറഞ്ഞവൻ എന്ത് ചെയ്തില്ല? പോയിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. ചില വിശ്വാസികളെല്ലാം പറയും, ഇവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല, അച്ഛാ ഇന്ന് വൈകിട്ട് ബൈബിൾ ക്ലാസ് ഉണ്ടോ? ആ ഉണ്ട്, ഞാൻ വരാമെന്ന് പറയും. 2 ആഴ്ച ആ ഏരിയാവിലേ വരുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. അച്ഛാ ഇന്ന് രാവിലെ ഉപവാസ പ്രാർത്ഥന ഉണ്ടോ? ആ കുടുംബമായിട്ട് ഞങ്ങൾ വരാൻ പോവാ. ആളിരിക്കുന്ന 70 കിലോമീറ്റർ ദൂരം. ദൈവത്തിന്റെ സ്തോത്രം. ഒരു കുറ്റബോധമില്ല. ദൈവത്തിന്റെ സ്തോത്രം. അവൻ മൂത്ത പുത്രൻ തന്റെ അപ്പനോട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നത്തേത്തിൽ അവൻ എന്ത് ചെയ്ത്? അനുദപിച്ചു. ഒരു കുറ്റബോധം. എന്റെ അപ്പനല്ലേ, ഈ അവകാശം എനിക്കുള്ളതല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, പ്രായത്തിലുള്ള കുറ്റബോധം, പാപബോധം എന്ന് പറയുന്നത് വളർന്നു വരുമ്പോൾ അതതിന്റെ സമയത്തിൽ ആ പാപബോധം ഉണ്ടാകണം. ആ പാപബോധം ഉണ്ടാകണം. റച്ചിപ്പിന്റെ 1ാമത് പടി, വീണ്ടും ജനനത്തിന്റെ 1ാമത് പടി പാപബോധം. അത് ഏത് പ്രായത്തിലും വരാം പ്രിയമുള്ളവരെ, ഏത് പ്രായത്തിലും അത് കടന്നു വരാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്നാൽ ശരിയായ വിധത്തിൽ അത് മനസ്സിലാക്കി ആ അയൺ ബോക്സ്, ആ ഇസ്ത്രി ബോക്സ്, അയൺ ബോക്സ് തൊട്ട കുഞ്ഞ് മരിക്കുന്നവർ പിന്നെ എപ്പോഴെങ്കിലും അത് പോയി മുമ്പ് തൊടുമോ? ഒരു നാളും തൊടുകയില്ല. അത് സ്വതവേ അനുഭവിച്ചതാണ്. അതുപോലെ പാപബോധം എന്ന് പറയുന്നത് ശരിയായ ഒരു പാപബോധം ഉണ്ടായിരുന്നാൽ എല്ലാ വിശ്വാസ ഭവനങ്ങളും എല്ലാ ദൈവജനത്തിന്റെ ഭവനങ്ങളിലും സമാധാനമല്ലാതെ വേറെ ഒരു അസമാധാനം ഒരിക്കലും കാണുകയില്ല. ഒരു പഴഞ്ചൊൽ അങ്ങനെ കേട്ടിട്ടുണ്ട് നാട്ടിൽ, മുതൽ കോണൽ മുറ്റും കോണൽ, മുതൽ കോണൽ മുറ്റും കോണൽ. ഈ പാപബോധം തെറ്റിപ്പോയാൽ ദൈവത്തിന് സ്തോത്രം ശരിയായ ഒരു കുത്തു കൊണ്ടില്ലെങ്കിൽ നാം സത്യത്തിൽ വളർന്നു വരുമ്പോൾ, വിശ്വാസത്തിൽ വളർന്നു വരുമ്പോൾ പലർക്കും തലവേദനയായിരിക്കും. അതിന്റെ മൂല്യമായ വിഷയം എന്തെന്ന് പറഞ്ഞാൽ ശരിയായ ഒരു പാപബോധമില്ലാതെ രക്ഷിക്കപ്പെട്ടത്. ദൈവനാമം മഹത്വപ്പെടട്ടെ. പാപബോധം ശരിയായിരുന്നാൽ സദൃശ്യവാക്യങ്ങൾ 28-14 വാക്യത്തിൽ, സദൃശ്യവാക്യങ്ങൾ 28-14 വാക്യത്തിൽ എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതെന്നോ എപ്പോഴും ദൈവത്തെ നാം മുസിപ്പിക്കണമല്ലോ, ദൈവത്തെ മുസിപ്പിച്ചാൽ എങ്ങനെ? എപ്പോഴും ഭയം, എപ്പോഴും ഭയം. വായിക്കാം 28-14. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാൻ. കുറ്റബോധം ഏത് ചെയ്യുവാൻ മനസ്സ് വന്നാലും ആ ഭാരം വന്നുകൊണ്ടേ, ദുഃഖം വന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ വയസ്സ് രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് അത്ര അറിയത്തില്ല, 30-35 വയസ്സ് இருக்கும். നട്ടുച്ചയ്ക്ക് യേശു ക്രിസ്തു ദർശനമായപ്പോൾ പൗലോസ് ഒരു ബാല്യക്കാരൻ, നല്ല തികഞ്ഞ വയസ്സുണ്ട്. എന്നാൽ ശ്രദ്ധിക്കണം, ഈ പൗലോസ് ഗമാലിയേൽ എന്ന് പറയുന്നതായ ഒരു ന്യായശാസ്ത്രിയുടെ കാൽ കീഴിലിരുന്ന് പഠിച്ചാലും കുറ്റബോധമില്ലല്ലോ. 35 വയസ്സ് വരയ്ക്കും പൗലോസ്ക്ക് പ്രായം, അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഗമാലിയേലിന്റെ കാൽ കീഴിലിരുന്ന് സൺഡേ സ്കൂൾ പഠിച്ചതാ, വായിച്ചിട്ടുണ്ടല്ലോ അല്ലയോ? ഗമാലിയേലിന്റെ കാൽ കീഴിൽ പഠിച്ചതായ ഒരു ന്യായശാസ്ത്രി. ചിലർ പറയും ഞാൻ സൺഡേ സ്കൂൾ 12ാം ക്ലാസ്സിലാണ് പാസ്സായി, സർട്ടിഫിക്കറ്റ് ഉണ്ട്. പാപബോധമില്ല. ഗമാലിയേലിന്റെ കാൽ കീഴിലിരുന്ന് പഠിച്ചിരുന്നാലും പാപബോധം എപ്പോഴുണ്ടായത്? ആ നട്ടുച്ചയ്ക്ക് സൂര്യപ്രകാശത്തിലും കവിയുന്ന ഒരു വെളിച്ചം വന്നപ്പോൾ, താഴെ വീണപ്പോൾ, ദൈവമേ ഞാൻ എന്ത് ചെയ്യുന്നു? അന്ന് നാം ബോധമേ ആൾക്ക് വന്നത്. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ നാം പറയാം, ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചിട്ടുണ്ട്, സൺഡേ സ്കൂളിൽ അത് പഠിച്ചിട്ടുണ്ട്, ഇത് പഠിച്ചിട്ടുണ്ട്. നമ്മളെക്കാളും ശ്രേഷ്ഠമായി പഠിച്ചാൽ ഗമാലിയേലിന്റെ കാൽ കീഴിൽ പൗലോസ് രക്ഷിപ്പില്ല. സൺഡേ സ്കൂൾ പഠിച്ച് തികഞ്ഞ കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കണം. അത് പാപബോധമല്ല, അത് വീണ്ടും ജനനമല്ല. ദൈവത്തിന് സ്തോത്രം. സ്വതവേ മനസ്സിൽ കുത്തുകൊള്ളണം. അപ്പോസ്തലപ്രവൃത്തികൾ 2:37 വാക്യത്തിൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ ഹൃദയം കുത്തുകൊണ്ട്, ഹൃദയം എന്ത് ചെയ്ത്? കുത്തുകൊണ്ട്. ഞാൻ ഒരു നല്ല ബാല്യക്കാരൻ,
പൗലോസിന്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം. ആ സമയം വന്നപ്പോൾ ദൈവമേ ഞാൻ എന്ത് ചെയ്യണം, നീ മുള്ളിൽ ഉതയ്ക്കുന്നു, ഇത് നിനക്ക് നന്നല്ല, യേശുവേ ഞാൻ എന്ത് ചെയ്യണം. ദൈവനാമം മഹത്വപ്പെടട്ടെ. പാപിയായ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ രക്ഷിപ്പിൻ പ്രവൃത്തിയെ ചെയ്തു. ഈ സുവിശേഷ യോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവരാജ്യത്തിൽ ഇറങ്ങി വന്ന് ചന്ദ്രനിൽ പോയി കണ്ടുവന്ന നീൽ ആംസ്ട്രോങ്ങിനെ പോലെ അതെക്കാലം ശ്രേഷ്ഠമായ ഒരു വിളിയോട് ഭൂമിയിൽ ഇറങ്ങി വന്ന ക്രിസ്തു പറയുന്നു, പിതാവിന്റെ ഒരു രാജ്യമുണ്ട്, അത് കൈപ്പണിയല്ലാതെ ഒരു നിത്യഭവനം, അത് കള്ളമല്ല, ഇല്ലാത്ത കാര്യത്തെ പറയുന്നതല്ലേ, കണ്ട രക്ഷിതാവ് പറയുന്ന ഒരു ഭവനമുണ്ട്. അതിൽ എത്തിച്ചേരണമെങ്കിൽ വീണ്ടും ജനനം എന്ത് ചെയ്യണം? പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ആരോടെന്ന് അറിയാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആരോട് യേശു പറയുന്നു? ഇത് പറയുന്നത് ആരോട്? വായിക്കാം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി, ഒരു പാസ്റ്ററാ, യഹൂദന്മാരുടെ ഒരു പ്രമാണി. ദൈവത്തിന് മാനസാന്തരമില്ല. അപ്പൊ അവൻ പറഞ്ഞു, ഒരു കുഞ്ഞ് പിന്നെയും അവന്റെ അമ്മയുടെ ഉദരത്തിൽ പോയി എങ്ങനെ ജനിക്കും? എന്തോ ദൈവമേ പറയുന്നത്, വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞാൽ ഇത് സാധിക്കുന്നതാണോ? അങ്ങനെ ജനിച്ചാൽ താൻ ദൈവരാജ്യത്തെ കാണുവാൻ സാധിക്കുമെന്ന് പറയുന്നു. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, നീ ഇസ്രായേലിന്റെ മധ്യയിൽ ആര്? നീ ഒരു ഉപദേഷ്ട. ദൈവത്തിന് സ്തോത്രം. ചുരുക്കമായി പറഞ്ഞാൽ ഡോക്ടറേറ്റ് വാങ്ങിയതായ ഒരാള്, ഉപദേശം അറിയാം, പ്രമാണിയാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ആ നാളിൽ ആ നിക്കോദേമോസ് വീണ്ടും ജനിച്ചില്ല. നിക്കോദേമോസ് വീണ്ടും എന്ത് ചെയ്തില്ല? ജനിച്ചില്ല. യാഥാർത്ഥികമായ ഒരു ഭാവബോധമില്ല. അവൻ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നു, നീ ഇസ്രായേലിൽ ഒരു ഉപദേഷ്ടാവല്ലയോ? പ്രിയമുള്ളവരെ, മറ്റവർക്ക് സത്യം പറഞ്ഞാലും ഉപദേശങ്ങൾ പറഞ്ഞാലും മറ്റവർക്ക് സത്യം പറഞ്ഞു കൊടുത്താലും ആദ്യം ചിന്തിക്കണം, യാഥാർത്ഥികമായ ഒരു പാപബോധം എന്റെ ജീവിതത്തിൽ ഉണ്ടോ? യേശു നിക്കോദേമോസിന് പറഞ്ഞു കൊടുത്ത്, നീ ഉപദേഷ്ടാവാണ്, ഏറെ കാര്യങ്ങള് ഏറെ നാളുകളായി ഇവിടെ ഉള്ള ജനങ്ങൾക്കെല്ലാം സത്യം പറഞ്ഞു കൊടുക്കുന്നു. അവൻ ചോദിക്കുന്നു, അമ്മയുടെ ഉദരത്തിൽ എങ്ങനെ വന്ന് ജനിക്കും? നീ അറിയണം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നിനക്കുള്ള ഒരു പാപബോധം ഉണ്ടാകണം. അതേ ഉപദേഷ്ടാവോട് താൻ 5-ാം വാക്യത്തിലും തുടർന്നുള്ള വാക്യങ്ങളിലും ക്രിസ്തു സത്യം പറയുന്നു. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തെ കടപ്പാൻ ആർക്കും സാധ്യമല്ല. എന്താ, കാണുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ കടപ്പാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. യാഥാർത്ഥികമായ വീണ്ടും ജനനം വേണം. ദൈവത്തിന് സ്തോത്രം. ഗമാലിയലിന്റെ കാൽക്കലിരുന്ന് പഠിച്ചതല്ലേ, ഉപദേഷ്ടാവായി ഒരു പ്രമാണിയായി ഇരുന്നത് കൊണ്ട് കാര്യമല്ല. ദൈവത്തിന്റെ രാജ്യം തുറക്കുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ, വിശ്വസ്തത പാലിക്കുന്ന ജാതിക്കായി വാതിലുകളെ തുറപ്പിൻ. സത്യം അറിഞ്ഞ് യാഥാർത്ഥിക സത്യത്തിന് മുമ്പായി ഉള്ളത് അനുസരിച്ചാൽ അത് ആരായിരുന്നാലും, പെന്തേക്കോസ്തേക്കാർക്ക് സിയോൻ യെരൂശലേം തുറക്കുമെന്ന് ഇല്ല, വചനമേ ഇല്ല. വിശ്വസ്തത പാലിക്കുന്നതായ ജനത്തിനായി എന്ത് ചെയ്യുവീൻ? വാതിലുകളെ തുറപ്പിൻ. അപ്പൊ സത്യം ഉള്ളതുപോലെ മനസ്സിലാക്കണം. ഈ സത്യം, ഈ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ആരുമായി കൊല്ലട്ടെ. പല സ്ഥലങ്ങളിൽ കടന്നുപോയി അവരെല്ലാം നല്ല പ്രസംഗിച്ചല്ലോ, നല്ല ഉപദേശമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ 2-ാം വരവെ കുറിച്ച് പറഞ്ഞു. യേശു ക്രിസ്തു വന്നു പോയ ശേഷം ആ ആന്റിക്രിസ്റ്റിനെ കുറിച്ച് നല്ല വെളിപ്പാടുകളെല്ലാം പറഞ്ഞു. മദർ ഓഫ് ഓൾ ബാം, ഫാദർ ഓഫ് ഓൾ ബാം. എന്തോ പുണ്യം. ദൈവത്തിന് സ്തോത്രം. നിനക്ക് വാതിൽ തുറക്കുമോ? നിനക്കൊരു വാതിൽ തുറക്കുമോ? ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, സത്യം അറിയിച്ച് സുവിശേഷം അറിയിച്ച് ഈ വചനങ്ങളെല്ലാം പ്രസംഗിച്ച് എന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിന്റെ ശേഷം എനിക്ക് വാതിൽ അടച്ചിരുന്നാൽ അയ്യോ കഷ്ടം. വാതിൽ അടച്ചിരുന്നാൽ അയ്യോ കഷ്ടം. നീ ഇസ്രായേലിൽ വലിയ ഉപദേഷ്ടാവ്, നീ ജനിക്കണം. അന്നുതാ വിഷയം ആൾക്ക് ബോധപ്പെട്ടു. ദൈവത്തിന്റെ സ്വതരോ, ഞാൻ വീണ്ടും ജനിക്കണമോ? ദൈവനാമം മഹത്വപ്പെടട്ടെ. മാനസാന്തരം. അടുത്തൊരു കാര്യം, മാനസാന്തരം. അതും ഒരു ഗ്രൂപ്പുണ്ട്. ഇത് അവരെല്ലാം ചിന്തിച്ചു കൊണ്ടിരുന്നത് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവർ, മാനസാന്തരപ്പെട്ടവരുണ്ട്. എന്നാൽ അവരെല്ലാം രക്ഷിക്കപ്പെട്ടവരല്ല. ദൈവത്തിന്റെ സ്തോത്രം. ചില വാക്കുകൾക്കുള്ളിൽ അത് പറഞ്ഞു കൊള്ളട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. അഗരിപ്പാസിനോട് രാജാവുണ്ട്, അല്ലയോ? അഗരിപ്പാസ് രാജാവ്, അവൻ എന്ത് ചെയ്യും? പൗലോസ് സത്യത്തിൻ വഴിയായി തടവിലായിരുന്നപ്പോൾ കൂടെ പോയി ആളെ വിളിച്ച് എന്ത് ചെയ്യും?
നിന്റെ സാക്ഷ്യം ഒന്ന് പറ, നിന്റെ സാക്ഷ്യം. നിങ്ങൾ ഭവനത്തിൽ ചെന്ന് വേദപുസ്തകത്തിൽ വായിച്ചു നോക്കുക. ആള് വിളിച്ച് പിന്നെയും പിന്നെയും സുവിശേഷമോ സത്യവും കേട്ടത് എന്തിനാണ് അവിടെ എഴുതിയിട്ടുണ്ട്. ഇടയ്ക്ക് നിങ്ങൾ പൈസ തരുമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിട്ടുണ്ട്, പൗലോസെ അവൻ കൂടെ കൂടെ വിളിച്ച് സുവിശേഷം കേട്ടത് ഏതെങ്കിലും ദ്രവ്യം നമുക്ക് തരുമോ എന്ന ആഗ്രഹത്തിലല്ലാതെ അഗ്രിപ്പ രാജാവ് ഒന്നും അവന്റെ സത്യം കേട്ട് മാനസാന്തരപ്പെടുവാൻ വിളിച്ചതല്ല. ദൈവത്തിന് സ്തോത്രം. അവന്റെ വിചാരം വേറെ. മാനസാന്തരം, വീണ്ടും ജനനം എന്ന് പറയുന്ന വചനത്തിങ്ങൾ വിരച്ച് ജീവിതത്തെ ശ്രദ്ധിച്ചു നോക്കി തെറ്റുകളെ ഗ്രഹിച്ച് ദൈവത്തിന് മുമ്പായി നമ്മെ സമർപ്പിക്കുമ്പോൾ മാനസാന്തരവും വീണ്ടും ജനമും ഉണ്ടാകുന്ന പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ വചനത്തിൻ പ്രകാശത്തിൽ നമ്മുടെ കണ്ണുകളെ ദൈവം തുറന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിൽ 26-ാം അധ്യായത്തിൽ ഈ കാര്യം ഉണ്ട്. അഗ്രിപ്പ രാജാസിന് ദൈവത്തിന് സ്തോത്രം. അതുപോലെ ചിലരുള്ള ഈ നാളുകളിൽ സാക്ഷ്യം കേൾക്കുന്നുണ്ട്, അല്ലയോ? അവിടെ ഉള്ള പ്രസംഗം കേട്ട്, ഇവിടെ ഉള്ള പ്രസംഗം കേട്ട്, അതൊക്കെ കേട്ട്, ഇതൊക്കെ കേട്ട് ദൈവത്തിന് സ്തോത്രം. ഏത് പ്രയോജനവുമില്ല. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇത്തിയോസ് എന്ന് പറയുന്നതായ, അവന്റെ പേരെന്തുവാ, എന്ന് പറയുന്നതായ ഒരു യൗവനക്കാരൻ ഉണ്ടായിരുന്നു. ഇവൻ എവിടെ കൺവെൻഷൻ നടന്നാലും പോകുന്ന ആള്. അന്ന് പ്രസംഗിയാർക്ക് നല്ല വെളിപ്പാട് കൂടിയത് കൊണ്ട് 11 മണി വരെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ഇവനും ഒരു കിളിവാതിലുകളിൽ നിന്ന് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. പ്രസംഗം കേട്ട് 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 അവസാനം നല്ല ഒരു ശബ്ദമുണ്ടായി. ആംബുലൻസ് വിളിക്കുക. എന്തുവാ പ്രസംഗത്തിന്റെ അത് കവിഞ്ഞു വരുമ്പോൾ ആള് എന്ത് ചെയ്തു? താഴെ വീണു. പൗലോസ് പറഞ്ഞു, ഒരു ആംബുലൻസെ വിളിക്കേണ്ട, മരിച്ചില്ല ആള്. ദൈവത്തിന് ഇവൻ മാനസാന്തരപ്പെട്ടവനാണോ? എത്രയോ പ്രസംഗം കേട്ടിട്ടുണ്ട്. വീണ്ടും ജനനം ഇവനിൽ ഉണ്ടായിട്ടില്ല. വീണ്ടും ജനനം ഇവനക്ക് ഉണ്ടായിട്ടില്ല. ഭവനങ്ങളിൽ ചെന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവന്റെ ജീവിതത്തിൽ ഇവനക്ക് കുറ്റബോധമോ പാപബോധമോ ഉണ്ടായതല്ല. എന്നാൽ ഇവൻ രക്ഷപ്പെട്ട് ഇവന്റെ ജീവൻ മടങ്ങി വന്നു. പൗലോസ് ദൈവത്തിന്റെ നാമത്തിൽ ഒരു അത്ഭുതം ചെയ്തു കാണിച്ചതേ ഉള്ളൂ. അവൻ കരഞ്ഞതായോ അവനക്ക് ഒരു പാപബോധം വന്നതായോ വേദത്തിലില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം, പിതാവേ, എനിക്ക് എങ്ങനെയെങ്കിലും നിന്റെ രാജ്യത്തിൽ വരണം. സത്യത്തെ ഞാൻ അറിഞ്ഞ് ആ സത്യ നഗരത്തിൽ ഒന്ന് വന്ന് ചേരണം. ദൈവത്തിന് സ്തോത്രം. ഏറെ നാളുകളില്ല, നാളുകൾ ചുരുങ്ങിയതാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിൽ 28-ാം അധ്യായത്തിൽ പുബ്ലിയോസ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അല്പം ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവൻ ഒരു തീവിന്റെ പ്രമാണിയായിരുന്നു. പൗലോസ് കപ്പലിന്റെ മോശമുണ്ടായപ്പോൾ, കപ്പൽ പൊട്ടിയപ്പോൾ വെള്ളത്തിൽ വീണ് ഈ ദ്വീപിൽ വന്ന് രക്ഷപ്പെട്ടു. ഈ ദ്വീപിന്റെ പ്രമാണിയുടെ പേര് എന്തുവാ? പുബ്ലിയോസ് എന്ന് പറയുന്നു. ഇവൻ നല്ല മനുഷ്യനാ. അവിടെ നാം എഴുതിയിട്ടുണ്ട് 28-ാം അധ്യായത്തിന്റെ 3, 4, 5 വാക്യങ്ങൾ ഭവനത്തിൽ ചെന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതിഥി സൽക്കാരം നന്നായി ചെയ്തു. എന്തുവാ? പൗലോസോടുകൂടെ കപ്പലിൽ രക്ഷപ്പെട്ടവർക്കും അവൻ തന്റെ ഭവനത്തിൽ വെച്ച് ഉണ്ടായിരുന്ന ചെറുതായിട്ട് ആ വാക്യം ഒന്ന് വായിക്കാം. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം. വീണ്ടും ജനനമല്ല. അപ്പച്ചന്മാർ വരുമ്പോഴെല്ലാം വീട്ടിൽ ഞാൻ കേക്ക് കൊടുത്ത്, അപ്പച്ചന്മാർ വരുമ്പോഴെല്ലാം മധുരം കുറച്ച് ചായ കൊടുത്ത്. ഇത് വീണ്ടും ജനനമല്ല. ദൈവത്തിന് സ്തോത്രം. കൺവെൻഷനിലെ ഞാന് എല്ലാ മീറ്റിങ്ങിലും കുസിനിയിലാണ് എന്റെ പണി. 1947 എന്റെ തലമുറയാ ഞങ്ങൾ സാമ്പാർ ഉണ്ടാക്കുക. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ജനനമല്ല. അത് വീണ്ടും ജനനമല്ല. അതിഥി സൽക്കാരം ചെയ്ത പുബ്ലിയോസ് പക്ഷപാതം ഉണ്ടായിട്ടില്ല, മാനസാന്തരം ഉണ്ടായിട്ടില്ല. പൗലോസ് പറഞ്ഞതല്ല നിന്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായെന്ന്. നല്ല കാര്യം. ഭൂമിയിൽ ചില അനുഗ്രഹങ്ങൾ ഉണ്ടാകും പ്രിയമുള്ളവരെ. ഭൂമിയിൽ ചില അനുഗ്രഹങ്ങൾ ഉണ്ടാകും. എന്നാൽ ദൈവരാജ്യത്തെ കാണുവാൻ സാധിക്കില്ല. അവൻ എന്നെയും പൗലോസെയും അവനോട് കൂടെ എല്ലാവർക്കും എന്ത് ചെയ്ത്? നല്ല ഹോസ്പിറ്റാലിറ്റി, അതിഥി സൽക്കാരം ചെയ്തു. ചില എത്രയോ ശ്രേഷ്ഠമായ ദൈവമക്കളുണ്ട്. എനിക്കും നിങ്ങൾക്കും കൂടെ ലജ്ജ തോന്നും. ഏത് സമയത്തിൽ പോയാലും നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവർ സന്ദർശിക്കും. സ്നേഹത്തോടുകൂടെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും സൽക്കാരം ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു,
പക്ഷപാതം ഉണ്ടായിട്ട് നിന്റെ ഹൃദയത്തിൽ ഒരു പക്ഷതാപം ഉണ്ടായിട്ട് ഒരു അനുതാപം ഉണ്ടായിട്ടുണ്ടോ?